ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് കേട്ടോ. അപ്പൊ എന്നോട് ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് ഈ റിലേറ്റഡ് ഫാക്ട്സ് ചെയ്തുകൂടെ എന്നുള്ളത്. അപ്പൊ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഇതുവരെ ഇതിലോട്ട് ഇറങ്ങാതിരുന്നത്. പക്ഷെ ഇനി എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ആണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാണാനുള്ള ആവശ്യമുള്ള ആൾക്കാർ അത് പോയി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും ഒന്ന് നോക്കിയാലോ. ഇതിപ്പോ നമ്മുടെ ഏറ്റവും അടുത്ത പരീക്ഷ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് സെയിൽസ്മാൻ മാത്രമല്ല, ഇനി വരുന്ന എല്ലാ 10ാം തര പരീക്ഷകൾക്ക് ഇത് ഉപകാരപ്പെടും. 10ാം തര പരീക്ഷകൾക്ക് മാത്രമല്ല, ബാക്കിയുള്ള പരീക്ഷകൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. അപ്പൊ ഇവിടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരാണ് മുഗൾ വംശജൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ, ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമനാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് തുടങ്ങുന്നത് 1857 മീററ്റ് UP-യില് മെയ് 10-നാണ് യുദ്ധം ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെടുന്നത്. ഓക്കെ, എപ്പോഴാണ് ഈ ഡേറ്റ് എന്ന് പറയുന്നത്? ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എപ്പോഴാണെന്ന് പറയുന്നത് 1857 മീററ്റിൽ UP-യിലാണ് മെയ് 10-നാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഓക്കെ, അപ്പൊ യുദ്ധത്തിന്റെ കാരണങ്ങളായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? യുദ്ധത്തിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നത്, പക്ഷെ അതിൽ മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സൈനികർക്ക് പുതുതായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു എൻഫീൽഡ് തോക്കുകളുടെ തിരകൾ ഉണ്ടാവുമല്ലോ, അതായത് ബുള്ളറ്റ്സിൽ. അതിൽ വന്നിട്ട് നമ്മുടെ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ കാരണമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താണ്? 1848 ദത്തവ. ഓക്കെ, അപ്പൊ പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്മുടെ ആദ്യത്തെ പറയുന്നത് പണ്ടത്തെ സൈനികർക്ക്, അന്നത്തെ സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിട്ട അവഹേളനം. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങളിലായിട്ട് പറയുന്നത്. വേറെ കുറച്ച് കാരണങ്ങൾ എന്താണെന്നറിയോ? നമ്മുടെ 1848 ദത്തവകാശ നിരോധന നിയമം. അപ്പൊ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കിയാലോ. അതായത് പണ്ട് കാലങ്ങളിൽ അനന്തരാവകാശികൾ ഇല്ലാത്ത ഭരണാധികാരികൾ ഉണ്ടാവുള്ളൂ, രാജാക്കന്മാര്. അവരുടെ ഒരു ആൺകുട്ടിയെ ദത്തെടുത്തിട്ട് അവരുടെ രാജ്യം കൈമാറുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവരുടെ രാജ്യവും ഭരണവും ഒക്കെ കൈമാറുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഈ ദത്തവകാശ നിരോധന നിയമത്തോട് കൂടിയിട്ട് അങ്ങനെ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കണമെന്നും ആ രാജ്യം പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കണമെന്നും പറഞ്ഞു. അതാണ് ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഇതും നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു കാരണമാണ്. കൂടാതെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് നിയമം, അതുപോലെ ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം, നമ്മുടെ നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്, കാർഷിക മേഖലയിലെ അസംതൃപ്തി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ കാരണങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് എന്ന് പറയുന്നത് 1848 ഡെല്ലൌസി പ്രഭുവാണ് ഈ ദത്തവകാശ നിരോധന നിയമം എപ്പോഴാണ് നടപ്പിലാക്കിയത്? 1848. ഓക്കെ, 1848 നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഡെല്ലൌസിയാണ് നടപ്പിലാക്കിയത്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ സ്ഥലം അല്ലെങ്കിൽ നാട്ടുരാജ്യം എന്ന് പറയുന്നത് ഏതാണ്? സത്താറയാണ് ഇത് പ്രകാരം ആദ്യമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. കലാപത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം എന്ന് പറയുന്നത് ഏതാണ്? അവധ് അല്ലെങ്കിൽ ഔദാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ദത്തവകാശ നിരോധന നിയമം അവസാനിപ്പിച്ചത് ആരാണ്? അവസാനിപ്പിച്ചതെന്ന് പറയുന്നത് കാനിങ് പ്രഭുവാണ്. 1859 1859 കാനിങ് പ്രഭുവാണ് ഇത് അവസാനിപ്പിച്ചത്. 1859 കാനിങ് പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ദത്തവകാശ നിരോധന നിയമത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? അടുത്തത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് UP-യിലാണ് കേട്ടോ. UP-യിലാണ് ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ ഒരു മധുരയുണ്ട്. ആ മധുരയല്ല, ഇത് ഉത്തർപ്രദേശിലുള്ള ഒരു മധുരയാണ്. രഥം എന്നുള്ളതിന്റെ ഇതായുണ്ടല്ലോ. അപ്പൊ മധുര, ആഗ്ര, ഝാൻസി, അലഹാബാദ് ഇത്രയും സ്ഥലങ്ങൾ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് UP-യിലാണ്. ഇവയെല്ലാം തന്നെ കലാപ കേന്ദ്രങ്ങളുമായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് എവിടെയാണ്?
നമ്മുടെ UP-യിലാണ്. വിപ്ലവത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്? വിപ്ലവത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ചപ്പാത്തിയും താമരയുമായിരുന്നു അല്ലെ. നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത്, ഒരു പ്രതിഷേധത്തിന് ഇറങ്ങുമ്പോൾ നമുക്കൊരു ചിഹ്നം വേണമല്ലോ. ഒരു പാർട്ടി ആണെങ്കിൽ അതിനൊരു ചിഹ്നം ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സമരം ആണെങ്കിൽ അതിനൊരു ചിഹ്നം ഉണ്ടാവും. അപ്പൊ വിപ്ലവത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ചപ്പാത്തിയും താമരയുമാണ്. ഓക്കെ, അതുപോലെ എന്താണ് ബ്രിട്ടീഷുകാർ നൽകിയിട്ടുണ്ടായിരുന്ന പേരെന്ന് പറയുന്നത് എന്താണ്? ശിപ്പായി ലഹള. ശിപ്പായി ലഹള എന്നാണ് ബ്രിട്ടീഷുകാർ നൽകിയിട്ടുണ്ടായിരുന്ന പേര്. ഓക്കെ, അതായത് ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ എന്ന് അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് ശിപ്പായികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ശിപ്പായികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കലാപത്തെ ചരിത്രകാരന്മാര് വിശേഷിപ്പിച്ചത് ശിപ്പായി ലഹള എന്നുമാണ്. ഓക്കെ, അതുപോലെ ചെകുത്താന്റെ കാറ്റ്. ചെകുത്താന്റെ കാറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ അടുത്തത് ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ് അല്ലെ. മംഗൾ പാണ്ഡെയാണ് ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത്. ഈ മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ശിപ്പായിമാരോടുള്ള പെരുമാറ്റത്തിലും വിവേചനത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് മംഗൾ പാണ്ഡെ എന്ന സൈനികൻ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? വെടിവെച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് പറയുന്നത് അല്ലെ നമ്മുടെ മംഗൾ പാണ്ഡെ. ഇതിൽ തന്നിരിക്കുന്നത് പ്രകാരം മംഗൾ പാണ്ഡെ പരിക്കേൽപ്പിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഹെൻറി ബോഗും അതുപോലെ തന്നെ ജെയിംസ് ഹ്യൂസണെയാണെന്നാണ് പറയുന്നത്. മംഗൾ പാണ്ഡെ വധിച്ച ഉദ്യോഗസ്ഥന്റെ പേരെന്ന് പറയുന്നത് ഹെൻറി ബോഗ് എന്നാണ്. പക്ഷെ ഇതില് PSC ഉത്തരപ്രകാരം മംഗൾ പാണ്ഡെ വധിച്ചത് ഹെൻറി ബോഗ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല, അദ്ദേഹത്തെ പരിക്കേൽപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. മംഗൾ പാണ്ഡെ കുറ്റവിചാരണ മൊഴിയിൽ മൊഴി നൽകിയ ശേഷം അദ്ദേഹം പിന്നീട് വിരമിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് PSCയുടെ ഉത്തരസൂചിക പ്രകാരം. പക്ഷെ മരിച്ചു എന്നാണ്. ഓക്കെ, ഒറിജിനൽ ആയിട്ട് അദ്ദേഹം വിരമിച്ചു, പക്ഷെ ഉത്തരസൂചിക പ്രകാരം അദ്ദേഹം മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് പഠിക്കുക കേട്ടോ. അപ്പോ പിന്നീടാണ് ബ്രിട്ടീഷ് അധികാരികൾ ഇദ്ദേഹത്തെ പരിക്കേൽപ്പിച്ചതിന് ശേഷം പിന്നീട് ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. വധശിക്ഷ നടപ്പിലാക്കിയത് എന്നാണ്? 1857 ഏപ്രിൽ 21 അദ്ദേഹത്തെ തൂക്കിലേറ്റി. ഓക്കെ, മംഗൾ പാണ്ഡെ അംഗമായിട്ടുണ്ടായിരുന്ന പട്ടാള യൂണിറ്റ് എന്ന് പറയുന്നത് 34ാം ബംഗാൾ കാലാൾപ്പടയാണ്. 34ാം ബംഗാൾ കാലാൾപ്പടയാണ് അദ്ദേഹത്തിന്റെ പട്ടാള യൂണിറ്റ് എന്ന് പറയുന്നത്. സമരകാലത്ത് മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. സമരകാലത്ത് മുഗൾ ഭരണാധികാരി എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമനാണ്, അഥവാ ബഹദൂർ ഷാ സഫർ. ഓക്കെ, ബഹദൂർ ഷാ സഫർ. ഇതില് 1857 നമ്മുടെ വിപ്ലവത്തിൽ പങ്കെടുത്തിട്ട് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് പോരാടാൻ ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ, ആരുടെ? ബഹദൂർ ഷാ രണ്ടാമന്റെ പേരില് പുറപ്പെടുവിക്കപ്പെട്ട വിളംബരം ഏതാണ്? വിളംബരം എന്ന് പറയുന്നത് അസംഘട്ട് വിളംബരമാണ് കേട്ടോ. അസംഘട്ട് വിളംബരമാണ് അദ്ദേഹത്തിന്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട വിളംബരം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഈ മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയാണ് അവർ ആദ്യമായിട്ട് പിടിച്ചെടുക്കപ്പെട്ടത്. ഓക്കെ, പിടിച്ചടക്കിയത് എവിടെയാണ്? ഡൽഹിയിലാണ് പിടിച്ചടക്കിയത്. തുടർന്ന് അവിടുത്തെ ചക്രവർത്തിയായിട്ട് ബഹദൂർ ഷാ രണ്ടാമനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഡൽഹിയിൽ നടന്ന ഈ കലാപത്തിനൊക്കെ നേതൃത്വം നൽകിയത് ആരാണ്? നേതൃത്വം നൽകിയത് ജനറൽ ബക്ത്ഖാനാണ്. ജനറൽ ബക്ത്ഖാൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ സൈനിക ജനറൽ ആയിട്ടുള്ള ജനറൽ ബക്ത്ഖാൻ. അപ്പൊ ബക്ത്ഖാൻ ആരുടെ സൈനിക ജനറലാണെന്ന് ചോദ്യം വരാം. ആരുടെയാണ്? അദ്ദേഹം നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറലാണ്. ഓക്കെ, അപ്പൊ ഇതില് ഏറ്റവും ഈ ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? ഓരോ വ്യക്തികളും അവര് വിപ്ലവം നയിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളുമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇത്. അപ്പൊ നമുക്ക് നോക്കാം. ഝാൻസി എന്ന് പറയുന്ന സ്ഥലത്തില് റാണി ലക്ഷ്മിബായി അല്ലെ, അതായത് ഝാൻസി റാണി എന്നാണ് അറിയപ്പെടുന്നത്. റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി ഈ യുദ്ധത്തിലോട്ട് കടന്നു വരാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? അതായത് ദത്തവകാശ നിരോധന നിയമം വഴി ഝാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അപ്പോ അത് കാരണമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഝാൻസി റാണി തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം 1853 അവര് ഝാൻസി പിടിച്ചെടുത്തു. ഓക്കെ, 1848 ദത്തവകാശ നിരോധന നിയമം നിലവിൽ വരുന്നത്. ഇത് പ്രകാരം 1853 അവര് ഝാൻസി പിടിച്ചെടുത്തു. ഇത് കാരണമാണ് ഝാൻസി റാണി ഈ യുദ്ധത്തിലോട്ട് കടന്നു വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അവരുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മനുബായി, അതുപോലെ തന്നെ മണികർണിക. മനുബായി അതുപോലെ തന്നെ മണികർണികയാണ് അവരുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. ഝാൻസിയുടെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിന്റെ ഭാര്യയാണ് റാണി ലക്ഷ്മിബായി അഥവാ ഝാൻസി റാണി എന്ന് പറയുന്നത്. അപ്പൊ ഝാൻസി റാണി എന്ന് പറയുന്നത് അന്നത്തെ ഝാൻസിയുടെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിന്റെ ഭാര്യയാണ് റാണി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ മരണശേഷം അധികാരഭ്രഷ്ടനാകപ്പെട്ട അദ്ദേഹത്തിന്റെ ദത്തുപുത്രനാണ് ദാമോദർ റാവു എന്ന് പറയുന്നത്. ഓക്കെ,
ഈ ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആരാണ്? സൈനിക ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഹ്യൂഗ്രോസ് ആണ്. ഹ്യൂഗ്രോസ് ആണ് അവരോട് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് എന്നാണ്? 1858 ഝാൻസി റാണി വീരമൃത്യു മരിക്കുന്നത്. ഓക്കെ, അവര് മരണമടഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് ഗ്വാളിയോർ ആണ്. ഗ്വാളിയോറിൽ വെച്ചിട്ടാണ് അവര് മരണമടയുന്നത്. ഓക്കെ, അപ്പൊ ഝാൻസി റാണി എന്ന് പറയുന്നത് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശനമായ ബിന്ദു എന്ന് നെഹ്റു ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് പട്ടാള മേധാവി ഹ്യൂഗ്രോസിനെ വിശേഷിപ്പിച്ചു. ഓക്കെ, അതായത് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് പട്ടാള മേധാവിയായിട്ടുള്ള ഹ്യൂഗ്രോസ് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കലാപകാരികൾക്കിടയിൽ ഒരേ ഒരു പുരുഷൻ എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതും ഹ്യൂഗ്രോസ് ആണ്. ഓക്കെ, കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് വിശേഷിപ്പിച്ചതും ഹ്യൂഗ്രോസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഝാൻസി റാണിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നോക്കാം. ഝാൻസി അല്ലെ, ഝാൻസിയിൽ യുദ്ധം നയിച്ചത് ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. ഗ്വാളിയോറിലാണെങ്കിൽ റാണി ലക്ഷ്മിബായും താന്തിയോ തോപ്പിയും ചേർന്നിട്ടാണ്. ബീഹാറിൽ ആരാണ്? ബീഹാർ ആരയിൽ ആരാണ്? കൻവർ സിംഗ് ആണ് കേട്ടോ. ബീഹാർ ആരയിൽ കൻവർ സിംഗ് ആണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഡൽഹിയിൽ ആരാണ്? ഡൽഹിയിൽ ജനറൽ ബക്ത്ഖാൻ, ബഹദൂർ ഷാ രണ്ടാമിന്റെ സൈനിക ജനറൽ ആയിട്ടിരുന്ന ജനറൽ ബക്ത്ഖാൻ ആണ് ഡൽഹിയിൽ കലാപം നയിച്ചത്. അസാമിൽ ആരാണ്? അസാമില് ദിവാൻ മണിറാം ആണ്. ഓക്കെ, അടുത്തത് ആരാണ്? മീററ്റിൽ ആരാണ്? മീററ്റില് കദം സിംഗ് ആണ്. കാൺപൂരിൽ ആരാണ്? കാൺപൂരിൽ നാനാ സാഹിബും അതുപോലെ തന്നെ താന്തിയോ തോപ്പിയുമാണ്. നാനാ സാഹിബ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? നാനാ സാഹിബിന്റെ, അതായത് ദത്തുപുത്രനാണെന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ പെൻഷൻ നിഷേധിക്കപ്പെട്ടു. ഓക്കെ, ഇപ്പൊ നാനാ സാഹിബ് ഇതിലോട്ട് കടന്നു വരാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ദത്തുപുത്രനാണെന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ പെൻഷൻ നിഷേധിക്കപ്പെട്ടതാണ് അദ്ദേഹത്തിനോട് കടന്നു വരാനുള്ള കാരണം. ഓക്കെ, അപ്പൊ കാൺപൂരിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഉപരോധവും അതുപോലെ തന്നെ കൂട്ടക്കൊല എന്ന് പറയും. ബിബീഗർ കൂട്ടക്കൊല എന്ന് പറയുന്നത് ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നതും നാനാ സാഹിബാണ്. ഓക്കെ, നാനാ സാഹിബ് അറിയപ്പെടുന്ന അടുത്തൊരു പേരെന്ന് പറയുന്നത് എന്താണ്? മൂന്നാം നെപ്പോളിയൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മൂന്നാം നെപ്പോളിയൻ എന്നാണ് നാനാ സാഹിബ് അറിയപ്പെടുന്നത്. വിപ്ലവം പരാജയപ്പെട്ടതോട് കൂടിയിട്ട് നേപ്പാളിലേക്ക് അദ്ദേഹം പലായനം ചെയ്തു. ഓക്കെ, അപ്പൊ നാനാ സാഹിബിന്റെ സൈനിക മേധാവി എന്ന് പറയുന്ന വ്യക്തിയാണ് താന്തിയോ തോപ്പി എന്ന് പറയുന്നത്. നാനാ സാഹിബിന്റെ സൈനിക മേധാവി എന്ന് പറയുന്ന വ്യക്തിയാണ് താന്തിയോ തോപ്പി. ഓക്കെ, അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധം ആവിഷ്കരിച്ചത് ആരാണ്? ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധത്തിന് ആവിഷ്കരിച്ചതെന്ന് പറയുന്നത് താന്തിയോ തോപ്പിയാണ്. ഓക്കെ, അപ്പൊ താന്തിയോ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു സർ കോളിൻ ക്യാമ്പൽ. ഓക്കെ, താന്തിയോ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റത് 1859 ഏപ്രിൽ 18 അദ്ദേഹത്തെ തൂക്കിലേറ്റി. അദ്ദേഹത്തിന്റെ വധിക്കപ്പെട്ട സ്ഥലം ശിവപുരിയാണ്, മധ്യപ്രദേശ് ആണ്. ഓക്കെ, ശിവപുരി മധ്യപ്രദേശ്. അടുത്ത എന്താണ്? ലക്നൌവിൽ ആരാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്? ബീഗം ഹസ്രത്ത് മഹലും ബിർജിസ് ഖാദറാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. ആഗ്രയിൽ ആരാണ്? ആഗ്രയില് ബീഗം ഹസ്രത്ത് മഹലാണ്. ഔദിലും ബീഗം ഹസ്രത്ത് മഹലാണ്. ഓക്കെ, ആഗ്ര, ഔദ് അതുപോലെ തന്നെ ലക്നൗ എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹലാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ബറേലിയിൽ ആരാണ്? രോഹിൽ ഗട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഗണ്ട് എന്നാണ് കേട്ടോ. രോഹിൽ ഗണ്ട് അതുപോലെ തന്നെ ഖാൻ ബഹദൂർ ഖാൻ. ഓക്കെ, ബറൌദ് പർഗാനയിൽ ഷാമാൽ. ഓക്കെ, ഷാമാലാണ് നയിച്ചിട്ടുള്ളത്. അലഹാബാദിൽ അലഹാബാദിൽ ആരാണ്? ലിയാഖത്ത് അലിയാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. മധുരയിലാണെങ്കിൽ ദേവി സിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാത്തത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് കുറച്ച് വേറെ ഒരു കാര്യം കുറിച്ച് നോക്കാം. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ദോണ്ടു പന്താണ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് എന്താണ്? ദോണ്ടു പന്താണ്. താന്തിയോ തോപ്പിയുടെ യഥാർത്ഥ പേരെന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. രാമചന്ദ്ര പാണ്ഡുരംഗ്.
റാണി ലക്ഷ്മിബായി. ഓക്കെ, റാണി ലക്ഷ്മിബായിയുടെ ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. അതായത് അവരുടെ ജീവിതകഥ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമ എന്ന് പറയുന്നത് മണികർണികയാണ്. മണികർണിക. ഓക്കെ, ആദ്യത്തെ വനിതാ രക്തസാക്ഷി. ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ്? പ്രീതിലത വടേദർ. പ്രീതിലത വടേദറാണ്. പ്രായം കുറഞ്ഞ രക്തസാക്ഷി. പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്ന് പറയുന്നത് ആരാണ്? ഗുതിറാം ബോസ് ആണ്. ഗുതിറാം ബോസ് ആണ് പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്, വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൺവർ സിംഗ് ആണ്. കൺവർ സിംഗ് ആണ് വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത്. ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? റാണി ലക്ഷ്മി ബായ് ആണ്. റാണി ലക്ഷ്മി ബായ് ആണ്. കലാപത്തിന്റെ ബുദ്ധികേന്ദ്രം ആരാണ്? നാനാ സാഹിബ്. കലാപത്തിന്റെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് നാനാ സാഹിബ് ആണ്. കലാപത്തിന്റെ അംബാസഡർ എന്ന് പറയുന്നത് അസീമുള്ള ഖാനാണ്. അസീമുള്ള ഖാനാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക. വിപ്ലവം 1858 വിപ്ലവം അവസാനിക്കുന്നത്. ഓക്കെ, വിപ്ലവം അവസാനിക്കുന്നത്. ഇതിന്റെ അനന്തര ഫലങ്ങൾ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ്? ഇതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അതുപോലെ തന്നെ ഭരണം നേരിട്ട് ബ്രിട്ടൻ ഏറ്റെടുക്കുകയും 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരികയും ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കുകയും ചെയ്തു. നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത് അവസാനിപ്പിച്ചു. ഓക്കെ, അതുപോലെ നമ്മൾ സാമൂഹിക മതപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് അവസാനിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ വിപ്ലവം അവസാനിപ്പിച്ചത് എപ്പോഴാണ്? 1858. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ, ദാദാബായ് നവറോജി. ദാദാബായ് നവറോജി. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് 4 പേരെ കുറിച്ച് ചെറുതായിട്ടൊന്ന് നോക്കിയാലോ. ഓക്കെ, രമേശ് ചന്ദ്രദത്ത്. അദ്ദേഹത്തെ കുറിച്ച് വളരെ അധികം കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല കേട്ടോ. അപ്പൊ ഞാൻ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് രമേശ് ചന്ദ്രദത്താണ്. ഓക്കെ, 1848 ഓഗസ്റ്റ് 13 കൊൽക്കത്തയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1899 INCയുടെ പ്രസിഡന്റ് ആണ്. ഇദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരേ ഒരു കാര്യം ഇതാണ്. 1899 INCയുടെ പ്രസിഡന്റ് ആയിരുന്നു. ചരിത്രകാരൻ, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, സിവിൽ സർവന്റ് ആണ്. ഓക്കെ, സിവിൽ സർവീസിൽ അംഗമായിരുന്ന വ്യക്തിയാണ്. രാഷ്ട്രീയക്കാരനാണ്. ഓക്കെ, രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണ്? INC ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഓക്കെ, ബംഗാളിന്റെ കർഷകൻ, ബംഗാളിന്റെ സാഹിത്യം, യൂറോപ്പിൽ 3 വർഷങ്ങൾ എന്നിവ പ്രധാന കൃതികളാണ്. 1909 നവംബർ 30 അദ്ദേഹം അന്തരിച്ചു. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് പ്രധാനമായിട്ടുള്ളത് ഈ 2 പോയിന്റ്സ് ആണ്. 1899 INCയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഓക്കെ, അടുത്തതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് എന്തൊക്കെയാണ്? നമ്മുടെ 1866 രത്നഗിരി. ഓക്കെ, രത്നഗിരി മഹാരാഷ്ട്രയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, രത്നഗിരി മഹാരാഷ്ട്രയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഒരു പ്രധാന പേരെന്ന് പറയുന്നത് എന്താണ്? മഹാരാഷ്ട്ര സോക്രട്ടീസ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, രാഷ്ട്രീയ ഗുരു മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. ഓക്കെ, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് ആരാണ്? ഗുരു മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. ഗുരു മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. ഓക്കെ, അപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത് 1905 അദ്ദേഹം കോൺഗ്രസിന്റെ INCയുടെ ബനാറസ് സമ്മേളനം. ഓക്കെ, ബനാറസ് സമ്മേളനത്തിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. 1905 ബനാറസ് സമ്മേളനത്തിൽ അദ്ദേഹം INCയുടെ പ്രസിഡന്റ് ആയിരുന്നു. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ്. കോൺഗ്രസിലെ മിതവാദിയെന്നും തീവ്രവാദിയെന്നും രണ്ട് തീവ്രദേശീയവാദികളെന്നും രണ്ടായിട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ കോൺഗ്രസിന്റെ മിതവാദികളുടെ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത്. അദ്ദേഹം ആരംഭിച്ച സംഘടന എന്ന് പറയുന്നത് എന്താണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. 1905 അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ടായിരുന്ന സംഘടന എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? കഴ്സൺ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നത് സുധാരക്, ദ നേഷൻ, ഹിതവാദ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഗോഖലെയെ കുറിച്ച് ഒന്നുകൂടെ നോക്കാം. 1866 രത്നഗിരി മഹാരാഷ്ട്രയിൽ ജനിക്കുന്നു. മഹാരാഷ്ട്രൻ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നു. രാഷ്ട്രീയ ഗുരു മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. 1905 INCയുടെ പ്രസിഡന്റ് ആയിരുന്നു. ബനാറസ് സമ്മേളനത്തില് കോൺഗ്രസ് മിതവാദികളുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ സംഘടന എന്ന് പറയുന്നത് സെർവന്റ്സ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. 1905 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് കഴ്സൺ പ്രഭു വിശേഷിപ്പിച്ചു. പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നത് സുതാരക്, നേഷൻ, ഹിതവാദ എന്നിവയായിരുന്നു. ഒരു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വേറൊരു പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് ജ്ഞാനപ്രകാശ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. ജ്ഞാനപ്രകാശ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം കൂടെ അദ്ദേഹത്തിന്റെ ഇതില് ഉണ്ട്. ഓക്കെ, അടുത്ത ആളാരാണ്? മഹാത്മാഗാന്ധിയാണ് അല്ലെ. മഹാത്മാഗാന്ധിയെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല, കഴിയൂല. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയത് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിക്കുന്നത്. എപ്പോഴാണ്? 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നിയമം പഠിക്കാനായിട്ട് അദ്ദേഹം 1888 ലണ്ടനിലേക്ക് പോവുകയും അതുപോലെ 1891 അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. ഓക്കെ, നിയമം പഠിക്കാൻ അദ്ദേഹം പോയത് 1888 1891 അദ്ദേഹം തിരിച്ചു വന്നു. ഓക്കെ, സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു 1890 മുതൽ. എന്തിനാണ്? ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്ത് വ്യാപാരിയുടെ കേസ് വാദിക്കാൻ. ഓക്കെ, 1893 അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്ത് വ്യാപാരിയുടെ കേസ് വാദിക്കാൻ. ഓക്കെ, 1896 അദ്ദേഹം തന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെയെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് എപ്പോഴാണ്? 1896 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം 1903 ആരംഭിച്ചു. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം എപ്പോഴാണ് ആരംഭിച്ചത്? 1903 അദ്ദേഹം ആരംഭിക്കുന്നത്. ഓക്കെ, സബർമതി ആശ്രമം സ്ഥാപിച്ചിരിക്കുന്നത് അഹമ്മദാബാദിലാണ്. സബർമതി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? അഹമ്മദാബാദിലാണ് സബർമതി ആശ്രമം സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, ആരംഭിച്ച പത്രങ്ങൾ അദ്ദേഹം ആരംഭിച്ചത് എപ്പോഴാണ്? 1919 അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത്. നവജീവൻ. ഓക്കെ, അത് ഭാഷ ഏതാണ്? ഗുജറാത്തിയിലാണ്. നവജീവൻ എന്ന പത്രത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ഗുജറാത്തിയും യങ് ഇന്ത്യ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുമാണ്. യങ് ഇന്ത്യ പത്രത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുമാണ്. ഓക്കെ, അദ്ദേഹം INCയുടെ പ്രസിഡന്റായ വർഷം അല്ലെങ്കിൽ സമ്മേളനം എന്ന് പറയുന്നത് 1924 ബൽഗാം സമ്മേളനം. 1924 ബൽഗാം സമ്മേളനത്തിൽ അദ്ദേഹം INCയുടെ പ്രസിഡന്റായി. ഓക്കെ, ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? 2ാം വട്ടമേശ സമ്മേളനമാണ്. അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്ന വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് 2ാം വട്ടമേശ സമ്മേളനമാണ്. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് എപ്പോഴാണ്? പത്രം ആരംഭിച്ചത് എപ്പോഴാണ്? 1933 ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഓക്കെ, ഇംഗ്ലീഷാണ് ഭാഷ എന്ന് പറയുന്നത്. 1933 അദ്ദേഹം ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. വാർധാ പദ്ധതി, അതായത് അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയായിട്ടുള്ള വാർധാ പദ്ധതി ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ് 1937. ഓക്കെ, 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആഗാഖാൻ കൊട്ടാരത്തിൽ അദ്ദേഹത്തെ പാർപ്പിച്ചു. ഘാതകൻ എന്ന് പറയുന്നത് നാഥൂറാം വിനായക് ഗോഡ്സെയാണ് അദ്ദേഹത്തിന്റെ ഘാതകൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജി അല്ലെ. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തി എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, അദ്ദേഹം INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയത് എപ്പോഴാണ്? 1886 കൽക്കട്ട സമ്മേളനത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആവുന്നത്. 1893 ലാഹോറിലെയും അതുപോലെ തന്നെ 1906 കൽക്കട്ടയിലും INCയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ, എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, PSCയുടെ സ്ഥിരം ചോദ്യമാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. ഓക്കെ, അതുപോലെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. ഓക്കെ, ലിബറൽ പാർട്ടിയുടെ പ്രതിനിധി ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ലിബറൽ പാർട്ടിയുടെ പ്രതിനിധി എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്.
അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ദാദാബായ് നവറോജിയാണ്. പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യയുടെ രചയിതാവ് ആരാണ്? ദാദാബായ് നവറോജിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരുവിധപ്പെട്ട എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റൻ ഏതാണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷൻ. ഓക്കെ, കൺവെൻഷന് നേതൃത്വം നൽകിയത് ആരാണ്? അതായത് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ. അപ്പൊ ഇതൊരു SCERT ഉള്ള ഒരു ഫാക്ട് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ SCERT എന്താണ് ഈ 4 പേരെ കുറിച്ചും കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. അതായത് സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം, അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി നിലവിൽ വരുന്നത്. ഇത് പ്രകാരമാണ് കേട്ടോ അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അമേരിക്കയുടെ ഉടമ്പടി എന്ന് പറയുന്നത്. 1783 പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത്. ഇത് പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തില് അമേരിക്കയ്ക്കായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കി. അതായത് അവിടെ ക്വസ്റ്റ്യൻ എന്താണ്? അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അതിനുള്ള ആൻസർ ഉണ്ട്. ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്കായിട്ട് ഭരണഘടന തയ്യാറാക്കി. അതായത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അമേരിക്കയ്ക്കായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയത്. ഓക്കെ, പുതിയ ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ജോർജ് വാഷിംഗ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കുകയും തയ്യാറാക്കിയ ഭരണഘടനാ പ്രകാരം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ജോർജ് വാഷിംഗ്ടൺ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഈ 2 ഓപ്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത 2 വ്യക്തികൾ ആരൊക്കെയാണ്? ജോൺ ലോക്കും തോമസ് പെയിനും ആണ് അല്ലെ. ജോൺ ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്കാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് PSCയിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് എഴുതിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അടുത്ത എന്താണ്? തോമസ് പെയിൻ എന്നാൽ എന്താണ്? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഇംഗ്ലണ്ട്, അതായത് ഈ വൻകര വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഓക്കെ, അതായത് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഇംഗ്ലണ്ട്, അതായത് ഈ വൻകര വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഓക്കെ, പറഞ്ഞതിൽ ആരാണ്? തോമസ് പെയിൻ ആണ്. ഓക്കെ, തോമസ് പെയിൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിൽ കേട്ടോ. ഇത് SCERT എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ തന്നെ അതിനുള്ള ആൻസർ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നത് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. ഇതും ഒരു SCERT ഫാക്ട് ആണ് കേട്ടോ. അതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ നോക്കാം. രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത് ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? ഓക്കെ, രക്തരൂഷിതമായിട്ടുള്ള ഞായറാഴ്ച എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതും SCERT ഫാക്ട് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അതായത് 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തില് റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. ഓക്കെ, എന്താണ്? 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തില് റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 5 പ്രകടനം നടത്തി. ഇതിന് നേരെ പട്ടാളം വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവം രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നു. എന്താണ്? ഒന്നുകൂടെ വായിക്കട്ടെ. അതായത് 1905 റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടു. അപ്പൊ അവിടെ റഷ്യ പരാജയപ്പെട്ടു. അത് പ്രതിസന്ധിയെ രൂക്ഷമാക്കി. ഓക്കെ, രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടു
അവിടെയുള്ള തൊഴിലാളികൾ തടിച്ചുകൂടിയ സ്ഥലം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്ഥലം പെട്രോഗ്രാഡ് ആണ്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെക്കുകയും 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ. ഇത് ഈ പേര് ഓർത്തു വെക്കണം കേട്ടോ. ഇംഗ്ലീഷ് ആണെന്ന് എഴുതിയിട്ട് സ്കിപ്പ് ചെയ്യരുത്, ചിലപ്പോൾ ഇതും ചോദിക്കാം. ഓക്കെ, അപ്പൊ രക്തരൂഷിതമായിട്ടുള്ള ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ നീരജ് ചോപ്രയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലെ. എന്താണ്? ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യത്തെ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത്ലറ്റിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണെന്നാണ് ചോദിച്ചത്. ഏത് സംസ്ഥാനക്കാരനാണ് അദ്ദേഹം? ഹരിയാന സ്വദേശിയാണ്. ഓക്കെ, ഒളിമ്പിക്സ് 2020 ടോക്കിയോയില് ഗോൾഡ് നേടിയത്, സ്വർണ്ണ മെഡൽ നേടിയത് നീരജ് ചോപ്രയായിരുന്നു. അന്ന് അദ്ദേഹം എറിഞ്ഞ ത്രോയുടെ ഇതെന്ന് പറയുന്നത് 87.58 ആണ്. ഓക്കെ, പുരുഷ ജാവലിൻ ത്രോ റാങ്കിങ്ങില് 1ാം സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ്. പുരുഷ ജാവലിൻ ത്രോ ലോക റാങ്കിങ്ങില് 1ാം സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ്. ദോഹ ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയുടെ ജേതാവാണ്. ദോഹ ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോ ജേതാവ്. 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് ഇന്ത്യൻ ടീമിനെ നയിച്ചു. ലോക അത്ലറ്റിക്സിൽ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ്. ഡയമണ്ട് ലീഗ് ഫൈനൽസിൽ ജാവലിൻ ത്രോയില് 2ാം സ്വർണം നേടി. ഡയമണ്ട് ലീഗില്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് ജാവലിൻ ത്രോയിലും സ്വർണം നേടി. എത്രയാണ് അന്ന് എറിഞ്ഞതെന്ന് പറയുന്നത്? 88.17 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നീരജ് ചോപ്രയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭൗമഘടനയിൽ മോഹോ വിച്ഛിന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളവയിലെ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാന്റിൽ നിന്നും വേർതിരിക്കുന്നു. മോഹോ വിച്ഛിന്നതയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാന്റിൽ വ്യാപിച്ചിരിക്കുന്നു. ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് മോഹോ വിച്ഛിന്നത. ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലമാണ് മോഹോ വിച്ഛിന്നത. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. എന്താണ്? 1ഉം 2ഉം മാത്രമാണ് ശരി. എന്താണ്? ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാന്റിലിൽ നിന്നും വേർതിരിക്കുന്നു. അതുപോലെ തന്നെ മോഹോ വിച്ഛിന്നതയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാന്റില് വ്യാപിച്ചിരിക്കുന്നു. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. അപ്പൊ നമുക്കിത് SCERT ഫാക്ട് ആണ്. SCERTയിൽ ഈ ഒരു ഭൂമിയെ കുറിച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറംതോടിനെയാണ് നമ്മൾ ഭൂവൽക്കം എന്ന് പറയുന്നത്. ഏകദേശം 40 കിലോമീറ്റർ ആണ് കനം എന്ന് പറയുന്നത്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. ഓക്കെ, അപ്പൊ ഭൂവൽക്കം എന്ന് പറയുന്നത് ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറംതോടാണ്. ഏകദേശം 40 കിലോമീറ്റർ കനമുണ്ട്. 2 ഭാഗങ്ങളാണുള്ളത്, വൻകര ഭൂവൽക്കവും അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കവും. ഓക്കെ, അപ്പൊ ഇതിൽ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും എന്താണെന്ന് നോക്കിയാലോ. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇത് ഞാൻ SCERTന്ന് അങ്ങനെ എടുത്തതാണ്. ഇതിൽ ഇതേപോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ വായിക്കാം. അപ്പോ സിലിക്ക അതുപോലെ തന്നെ അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, വൻകര ഭൂവൽക്കത്തെ നമ്മൾ സിയാൽ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? സിലിക്ക അതുപോലെ തന്നെ അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തിനെ സിയാൽ, അല്ലെ, സിലിക്കയുടെ സിയും അതുപോലെ തന്നെ അലുമിനിയുടെ അല്ലും ചേർത്തിട്ട് നമ്മൾ സിയാൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സിലിക്ക അതുപോലെ മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തെ നമ്മൾ സിമ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്താണ്? സിലിക്കയുടെ സിയും മഗ്നീഷ്യത്തിന്റെ മായും ചേർത്ത് സിമ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഭൂവൽക്കത്തിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് മാന്റിൽ എന്ന് പറയുന്നത്. അതായത് ഭൂവൽക്കത്തിന്റെ തൊട്ട് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ മാന്റിൽ എന്ന് പറയുന്നത്.
ഇതില് ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെ, ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ് ഇതുള്ളത്. ഇതിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഉപരി മാൻഡിലും അതുപോലെ തന്നെ അധോ മാൻഡിലും, ഉപരി മാൻഡിലും അതുപോലെ തന്നെ അധോ മാൻഡിലും. ഓക്കെ, ഉപരി മാൻഡിലും അധോ മാൻഡിലും എന്നാൽ എന്താണ്? ഉപരി മാൻഡിൽ എന്നാൽ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ്. ഖരാവസ്ഥ. ഓക്കെ, അതായത് ഉപരിമാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ്. ഖരാവസ്ഥ. അപ്പൊ ഉപരിമാൻഡിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഖരാവസ്ഥയിലാണ്. ഉപരിമാൻഡിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ്. അധോ മാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപരിമാൻഡിലിന് തൊട്ട് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് അധോ മാൻഡിൽ എന്ന് പറയുന്നത്. ഈ പാളിയിലെ പദാർത്ഥങ്ങൾ അർദ്ധദ്രാവക അവസ്ഥയിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ പാളി ഖരാവസ്ഥയിലും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടു താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പാളി പദാർത്ഥങ്ങൾ അർദ്ധദ്രാവകാവസ്ഥയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഖരാവസ്ഥയിലും ഇവിടെ അർദ്ധദ്രാവകാവസ്ഥയിലും. ഓക്കെ, അടുത്തത് എന്താണ്? കാമ്പ് എന്നാണ് പറയുന്നത്. കാമ്പ് അല്ലെ, ഭൂമിയുടെ കേന്ദ്രഭാഗത്തിനെയാണ് നമ്മൾ കോർ അല്ലെ, കോറിനെയാണ് നമ്മൾ കാമ്പ് എന്ന് പറയുന്നത്. 2900 കിലോമീറ്ററിൽ തുടങ്ങി 6373 കിലോമീറ്റർ വരെ. ഈ കിലോമീറ്റർ ഒക്കെ പഠിക്കണേ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ 2900 കിലോമീറ്ററിൽ തുടങ്ങി 6371 കിലോമീറ്റർ ആണുള്ളത്. ഇതിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്, പുറക്കാമ്പും അകക്കാമ്പും. ഓക്കെ, പുറക്കാമ്പ് എന്ന് പറയുന്നത് എന്താണ്? പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രധാനമായും നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പിനെ നിഫെ എന്നും അറിയപ്പെടുന്നു. കാമ്പ് എന്താവസ്ഥയിലാണ് അറിയപ്പെടുന്നത്? നിഫെ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, എന്താണ്? ഒന്നുകൂടെ വായിക്കാം. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ പുറക്കാമ്പ് എന്ന് പറയുന്നത് ഉരുകിയ അവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായി നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പിനെ പൊതുവെ നിഫെ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, നിഫെ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അതേപോലെ തന്നെ ശിലാമണ്ഡലം, അസ്തനോസ്ഫിയർ കൊടുത്തിട്ടുണ്ട്. ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് നമ്മൾ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരിഭാഗം, അതായത് ഇവിടെ കേട്ടോ നമ്മുടെ ഭൂവൽക്കത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ മാൻഡിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം അസ്തനോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു. എന്താണ്? ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം അസ്തനോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ ലാവ അല്ലെങ്കിൽ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനാണ് ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത നിറത്തിലും കാഠിന്യത്തിലുമുള്ള ശിലകൾ കാണാൻ കഴിയും. ശിലകളിലെ ഈ വൈവിധ്യത്തിന് കാരണം അവയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ്. ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഘടകങ്ങളാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. സിലിക്ക, അബ്രം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിങ്ങനെ 2000-ലധികം ധാതുക്കൾ ഭൂമിയിലുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശിലകൾ രൂപം കൊള്ളുന്ന പ്രക്രിയ എന്താണ്? ആഗ്നേയശിലകൾ എന്ന് പറയുന്നത് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തന്നെ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാനൈറ്റ്, ബസാൾട്ട്. ഓക്കെ, ആഗ്നേയശിലകൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ ഭൂവൽക്കത്തിന്റെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ, ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്ന് പറയുന്നത്. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകളെ പ്രാഥമിക ശിലകൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അവസാദ ശിലകൾ എന്നാൽ എന്താണ്? കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. ഇവയാണ് മണൽക്കല്ല് അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ല് എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴെ പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. ഇവിടെ മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്. പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്ക് ശിലകൾ എന്നും
അറിയപ്പെടുന്നു. അവസാദ ശിലകൾ അറിയപ്പെടുന്നത് അടുക്കുശിലകൾ എന്നും അറിയപ്പെടുന്നു. അടുത്ത എന്താണ്? കായാന്തരിക ശിലകൾ. കായാന്തരിക ശിലകൾ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാണ് കായാന്തരിക ശിലകൾ രൂപപ്പെടുന്നത്. ഓക്കെ, ഉയർന്ന പ്രഷർ കാരണമോ അല്ലെങ്കിൽ ചൂട് കാരണം ശിലകൾക്ക് ഭൗതികമായിട്ടും രാസപരമായിട്ടും മാറ്റങ്ങൾക്ക് വിധേയമാണ് കായാന്തരിക ശിലകൾ. ഇത് കാരണമാണ് കായാന്തരിക ശിലകൾ രൂപപ്പെടുന്നത്. മാർബിള്, സ്ലേറ്റ്. ഓക്കെ, കായാന്തരിക ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം, കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശിലകൾ ഏതാണെന്നുള്ളത് ചോദിക്കാം. ഏതാണ്? കായാന്തരിക ശിലകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിക ശിലകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കർ എന്നീ മലനിരകളിലൂടെ ഒഴുകുന്നത്? ഓക്കെ, എന്നീ മലനിരകളിലൂടെ ഒഴുകുന്നത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സിന്ധു നദിയാണ്. സിന്ധു നദിയാണ് വടക്കേ പടിഞ്ഞാറ് ദിശയിലേക്കുള്ള ലഡാക്ക്, സസ്കർ എന്നീ മലനിരകളിലൂടെ ഒഴുകുന്നത് സിന്ധു നദിയാണ്. അപ്പൊ ഇതും SCERT കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ടേബിളും കാര്യങ്ങളും ഒന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പൊ ഇത് SCERT കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്താലോ? നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പൊ ഇത് ഞാനൊന്ന് ഫില്ല് ചെയ്ത് തരാം. ഓക്കെ, ഹിമാലയൻ നദികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഹിമാലയൻ നദി എന്ന് പറയുന്നത് സിന്ധു ആണ് അല്ലെ. സിന്ധു നദിയാണ്. സിന്ധു നദി എന്ന് പറയുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നമ്മുടെ സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ടിബറ്റിലെ മാനസ സരോവർ തടാകം. മാനസ സരോവർ തടാകം. ഓക്കെ, ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 2880 കിലോമീറ്റർ. ഓക്കെ, 2880 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരം എന്ന് പറയുന്നത്. ഈ നദിയുടെ 709 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. ഇതിന്റെ 709 കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എത്രയാണെന്ന് ചോദിക്കാം. ഈ നദിയുടെ 709 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? പോഷക നദികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇതില് ആദ്യത്തെ എന്ന് പറയുന്നത് ചലമാണ് അല്ലെ. ചലമാണ് പ്രധാന ആദ്യത്തെ പോഷക നദി എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് ചിനാബാണ്. ചിനാബ്. പിന്നീട് വരുന്നത് ഏതാണ്? ചിനാബാണ് കേട്ടോ. ചിനാബാണ് പിന്നീട് വരുന്നത്. പിന്നീട് വരുന്നത് എന്താണ്? രവി വരുന്നുണ്ട്. രവി വരുന്നുണ്ട്. രവി. ഓക്കെ, രവി വരുന്നുണ്ട്. ചിനാബാണ് ആദ്യത്തെ എന്ന് പറയുന്നത്. രണ്ടാമത് രവിയാണ് വരുന്നത്. ഓക്കെ, രവി വരുന്നുണ്ട്. പിന്നീട് എന്താണ് വരുന്നത്? ബിയാസ് വരുന്നുണ്ട് കേട്ടോ. ബിയാസ്. അതുപോലെ തന്നെ സത്ലജ്. ഓക്കെ, സത്ലജ്. ഹിമാലയൻ നദിയുടെ, സിന്ധു നദിയുടെ പോഷക നദികൾ എന്ന് പറയുന്നത് ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് എന്നിവയാണ് പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഇത് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ. ഓക്കെ, ജമ്മു കാശ്മീരും അതുപോലെ തന്നെ ലഡാക്കുമാണ്. ഓക്കെ, ലഡാക്കും ജമ്മുവിലുമാണ് ഇത് പ്രധാനമായിട്ടും ഒഴുകുന്നത്. ഓക്കെ, എത്തിച്ചേരുന്ന സമുദ്രം ഏതാണ്? അറബിക്കടലാണ്. അറബിക്കടലിലാണ് സിന്ധു നദി ചെന്നെത്തുന്നത്. ഓക്കെ, അപ്പൊ സിന്ധു നദി എന്ന് പറയുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഏകദേശം 2880 കിലോമീറ്റർ അല്ലെങ്കിൽ 2900 കിലോമീറ്റർ ആണ് ഇത് ഒഴുകുന്നത്. ഇതിന്റെ 709 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത് ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് എന്നിവയാണ് ഇതിന്റെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീരും ലേയുമാണ്. ജമ്മു കാശ്മീരും ലേയുമാണ്. എത്തിച്ചേരുന്ന സമുദ്രം എന്ന് പറയുന്നത് അറബിക്കടലാണ്. ഓക്കെ, അടുത്ത എന്താണ്? ഗംഗയാണ്. ഗംഗയുടെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെയാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹ. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഏകദേശം 2500 കിലോമീറ്റർ. ഓക്കെ, ഇതിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ആദ്യത്തെ യമുന. പിന്നീട് സോൺ, അതുപോലെ ഗാഗ്ര. സോൺ, ഗാഗ്ര, അതുപോലെ കോസി നദി, ഗാണ്ടക്ക്, അതുപോലെ ഗോമതി. ഓക്കെ, യമുന, സോൺ, ഗാഗ്ര, കോസി, ഗാണ്ടക്ക്, ഗോമതി എന്നിവയാണ് ഇതിന്റെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ്, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്. ഓക്കെ, UP കൂടെ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ എവിടെയാണ്? ബീഹാറിലൂടെ ഒഴുകുന്നുണ്ട്. പിന്നീട് പശ്ചിമ ബംഗാൾ. ഓക്കെ, പശ്ചിമ ബംഗാളിലൂടെയും ഒഴുകുന്നുണ്ട്. ഓക്കെ, അപ്പൊ UP, ഉത്തരാഖണ്ഡ്, അതുപോലെ ബീഹാർ, പശ്ചിമ ബംഗാൾ പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബ്രഹ്മപുത്ര ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവം. 2900 കിലോമീറ്റർ ഒഴുകുന്നുണ്ട്. ഇന്ത്യയിലൂടെ 725 കിലോമീറ്റർ ആണ് ഒഴുകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത് തിസ്ത, അതുപോലെ തന്നെ നമ്മുടെ മാനസ്,
സുബാൻസരി, ലോഹിത്. തിസ്ത, സുബാൻസരി, മാനസ്, ലോഹിത് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അസാം, അരുണാചൽ പ്രദേശ്. ഓക്കെ, ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത് അസാം, അരുണാചൽ പ്രദേശാണ്. ബംഗാൾ ഉൾക്കടലിലാണ് ഇത് ചെന്ന് ചേരുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് ഇത് ചെന്ന് ചേരുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഉപദ്വീപീയ നദികൾ കേട്ടോ. ഉപദ്വീപീയ നദികളെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫില്ല് ചെയ്തിട്ട് പോയാലോ. ഓക്കെ, മഹാനദി ഉത്ഭവിക്കുന്നത് മൈക്കല നിരകൾ മധ്യപ്രദേശ്. മൈക്കല നിരകൾ മധ്യപ്രദേശ്. 857 കിലോമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. പ്രധാന നദികൾ എന്ന് പറയുന്നത് ഇബ്, ടെല്ല്, അതുപോലെ തന്നെ നമ്മുടെ ഷിയോനാഥ്, മാൻഡ്, ഓങ്. ഓക്കെ, ഇതും കൂടെ നിങ്ങൾ ചേർക്കണം കേട്ടോ. ഇബ്, ടെല്ല് മാത്രമല്ല, ഷിയാനാഥ്, അതുപോലെ തന്നെ മാൻഡ്, ഓങ് എന്നിവയും ഇതില് പ്രധാന പോഷക നദികളാണ്. ഓക്കെ, ചെന്ന് കയറുന്ന കടല് എന്ന് പറയുന്നത് എവിടെയാണ്? സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മധ്യപ്രദേശ്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, ഒഡീഷ. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ. ചെന്ന് ചേരുന്ന കടല് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ഓക്കെ, ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് ചേരുന്നത്. മധ്യപ്രദേശ്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, ഒഡീഷ. ഗോദാവരി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് പശ്ചിമഘട്ടം, മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലാണ്. ഏകദേശ നീളം എന്ന് പറയുന്നത് 1465 കിലോമീറ്റർ ആണ്. പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇന്ദ്രാവതി, ശബരി, അതുപോലെ മഞ്ചീര, പെൺഗംഗ, വാർധ. ഓക്കെ, അതായത് ഇന്ദ്രാവതി, ശബരി, മഞ്ചീര, പെൺഗംഗ, വാർധ. ഓക്കെ, സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഛത്തീസ്ഗഡ്. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന എന്നിവയാണ് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ. ചെന്ന് ചേരുന്ന കടൽ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ് ചേരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? കൃഷ്ണാനദി. പശ്ചിമഘട്ടം, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകൾ. 1400 കിലോമീറ്റർ ആണ്. പോഷക നദികൾ എന്ന് പറയുന്നത് ഭീമ, തുംഗഭദ്ര, കൊയ്ന, മൂസി, മാലപ്രഭു. ഓക്കെ, ക്ഷമിക്കണം, മാലപ്രഭ, ഗഡപ്രഭ. ഓക്കെ, എന്താണ്? തുംഗഭദ്ര, സീമ, കൊയ്ന, മൂസി, മാലപ്രഭ, ഗഡപ്രഭ എന്നിവയാണ് പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്. ചെന്ന് ചേരുന്ന കടൽ എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടൽ. ഓക്കെ, അടുത്തത് കാവേരി നദി. കാവേരി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകൾ, കർണാടകം. 800 കിലോമീറ്റർ ആണ്. കബനി, അമരാവതി എന്നിവയാണ് പ്രധാന നദികൾ എന്ന് പറയുന്നത്, പോഷക നദികൾ എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങൾ കർണാടക, തമിഴ്നാട്. ഓക്കെ, സ്ഥലം എന്ന് പറയുന്ന ചെന്ന് ചേരുന്ന കടൽ എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടൽ. ഓക്കെ, അടുത്തത് നർമ്മദ, മൈക്കല നിരകൾ, ഛത്തീസ്ഗഡ്. ഓക്കെ, നർമ്മദ, മൈക്കല നിരകൾ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ്. 1312 കിലോമീറ്റർ. ഹിരൺ, ബഞ്ചൻ, അതുപോലെ തന്നെ കോലാർ എന്നിവയാണ് പ്രധാന നദികൾ എന്ന് പറയുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്. ചെന്ന് ചേരുന്നത് എന്ന് പറയുന്നത് അറബിക്കടൽ. ഓക്കെ, അപ്പൊ അറബിക്കടലിലാണ് ചേരുന്നത്. താപ്തി, മുൽത്തായ് പീഠഭൂമി, മധ്യപ്രദേശ്, ബൈത്തൂൽ ജില്ല. ഓക്കെ, 724 കിലോമീറ്റർ. ആനർ, ഗിർന, അതുപോലെ തന്നെ ഗഞ്ചൽ, അരുണാവതി എന്നിവയാണ് പ്രധാന പോഷക നദികൾ. ഏതൊക്കെയാണ്? ആനർ, ഗിർന, അതുപോലെ തന്നെ ഗഞ്ചൽ, അതുപോലെ അരുണാവതി എന്നിവയാണ് പ്രധാന പോഷക നദികൾ. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്താണ്. ഓക്കെ, അതില് ചെന്ന് ചേരുന്നത് അറബിക്കടലാണ് ചെന്ന് ചേരുന്നത്. ഈ രണ്ട് നദികളുടെ പ്രത്യേകത എന്താ അറിയോ? നർമ്മദയും താപ്തിയും. ഉപദ്വീപീയ നദികളില് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന രണ്ട് നദികളാണ് നർമ്മദ, താപ്തി എന്ന് പറയുന്നത്. ഇവ ചെന്ന് ചേരുന്നത് അറബിക്കടലിലാണ്. ഇതിനെക്കുറിച്ച് വേറെ പറയുകയാണെങ്കിൽ ഈ ഉപദ്വീപീയ നദികളിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഏതാണ്? ഗോദാവരിയാണ് കേട്ടോ. ഏറ്റവും വലിയ നദി, ഉപദ്വീപീയ നദികളിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത് നർമ്മദ, താപ്തി, കൂടെ ഒന്നുകൂടെ ഉണ്ട് ലൂണിയും കൂടെ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ജോഗ് ഫോൾസ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് ജോഗ് ഫോൾസ് എന്ന് പറയുന്നത്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശരാവതി നദിയിലാണ്. ശരാവതി നദി എന്ന് പറയുന്നത് തുംഗഭദ്രയുടെ പോഷക നദിയാണ്. ശരാവതി നദി എന്ന് പറയുന്നത് തുംഗഭദ്രയുടെ പോഷക നദിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നദികളെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ട് കേട്ടോ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. പക്ഷെ നമുക്ക് വേറെയും കുറെ ക്വസ്റ്റ്യൻസ് തീർക്കാനുള്ളത് കൊണ്ട് ഇപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
തിരുവനന്തപുരത്ത് ഭൗമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് 25°C രേഖപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് അനുസരിച്ച് നേരെ 165 മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും? ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണല്ലേ, 24°C ആണ്. ഓക്കെ, കേരളത്തില് അച്ചൻകോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ഓക്കെ, അച്ചൻകോവിൽ എന്ന് പറഞ്ഞ ഏത് സംരക്ഷിത ജൈവമണ്ഡല മേഖലയിലാണ് അച്ചൻകോവിൽ ഉൾപ്പെടുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അഗസ്ത്യമല. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? അഗസ്ത്യമല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 4 ഓപ്ഷൻ ഒന്ന് നോക്കിയാലോ. തെന്മല അല്ലെ, ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? തെന്മലയാണ്. തെന്മല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ, കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മലയിലാണ്. ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് തെന്മലയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് 2008 ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും തെന്മലയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് 2008 തെന്മലയിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായിട്ടുള്ള കല്ലട ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തെന്മലയിലാണ്. ചെന്തുരണി വന്യമൃഗ സംരക്ഷണ കേന്ദ്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. വന്യമൃഗ സംരക്ഷണ കേന്ദ്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അടുത്ത എന്താണ്? നീലഗിരി. അടുത്ത ഓപ്ഷനാണ് നീലഗിരി എന്ന് പറയുന്നത്. യുനെസ്കോയുടെ അംഗീകാരമുള്ള അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ മണ്ഡലമാണ് നീലഗിരി എന്ന് പറയുന്നത്. വയനാട്, മുത്തുമലൈ, ബന്ദിപ്പൂർ വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നിവ ഇതിന്റെ പരിധിയിലാണ്. ഓക്കെ, ഏതൊക്കെയാണ്? വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രം, മുത്തുമലൈ ദേശീയോദ്യാനം, ബന്ദിപ്പൂർ വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നിവ നീലഗിരിയുടെ ഭാഗമാണ്. 1971 യുനെസ്കോ ആരംഭിച്ചിട്ടുള്ള മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്ന പദ്ധതിയുടെ ഭാഗമായ ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതി. 1971 യുനെസ്കോ ആരംഭിച്ച മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്ന പദ്ധതിയുടെ ഭാഗമായ ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതിയാണ്. ഓക്കെ, അടുത്തത് നെയ്യാറാണ്. നെയ്യാർ എന്നാൽ എന്താണ്? കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ എന്ന് പറയുന്നത്. നിലവിൽ വന്നത് 1958 അഗസ്ത്യമല ബയോ റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് സ്റ്റീവ് ഇർവിൻ പാർക്ക്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്നത് നെയ്യാറാണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്നത് നെയ്യാറാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്, അതായത് മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം എവിടെയാണ്? നെയ്യാറിലാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാറാണ്. ഓക്കെ, അഗസ്ത്യമല എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യമല എന്ന് പറയുന്നത്. അഗസ്ത്യമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെടുമങ്ങാട്, തിരുവനന്തപുരത്താണ്. സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ 2001 പ്രഖ്യാപിച്ചു. ഓക്കെ, സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ 2001 പ്രഖ്യാപിച്ചു. സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 1868 അഥവാ 6128.6 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന 10ാമത്തെ ജൈവമണ്ഡലം. ഓക്കെ, സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന 10ാമത്തെ ജൈവമണ്ഡലമാണ്. ഒന്നാമത്തെ ഏതാണ്? ഒന്നാമത്തെ നീലഗിരിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അഗസ്ത്യമലയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻ നമ്മൾ കവർ ചെയ്തല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത് NTPCയുമായിട്ട് കരാർ ഒപ്പിട്ട സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത് NTPCയുമായിട്ട് കരാർ ഒപ്പിട്ട സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ, ലഡാക്ക് ആണ് കേട്ടോ. ലഡാക്ക് ആണ് ആൻസർ എന്ന് പറയുന്നത്. ലഡാക്ക് ആണ്. അപ്പൊ എന്താണ് ഈ പദ്ധതി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അതായത് രാജ്യത്ത് ആദ്യത്തെ ദേശീയ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത് NTPCയുമായിട്ട് ലഡാക്ക് കരാർ ഒപ്പിട്ടു. ഓക്കെ, കരാർ ഒപ്പിട്ടു. പുനരുപയോഗ സ്രോതസ്സുകളെയും ഗ്രീൻ ഹൈഡ്രജനെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു കാർബൺ രഹിത സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കാൻ ലഡാക്കിനെ സഹായിക്കുന്നതിന് ഈ പദ്ധതി NTPCയെ പ്രാപ്തമാക്കും. എന്താണ്? അതായത് പുനരുപയോഗ സ്രോതസ്സുകളെയും ഗ്രീൻ ഹൈഡ്രജനെയും അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കാർബൺ രഹിത സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കാൻ ലഡാക്കിനെ സഹായിക്കുന്നതിന് ഈ പദ്ധതി NTPCയെ പ്രാപ്തമാക്കും. കുറഞ്ഞ കാർബൺ കാലപ്പാടുകൾ കൈവരിക്കുന്നതിനുള്ള മറ്റൊരു ചുവടുവയ്പ്പാണ് ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, കുറഞ്ഞ കാർബൺ കാൽപ്പാടുകൾ
കൈവരിക്കുന്നതിനുള്ള മറ്റൊരു ചുവടുവയ്പ്പാണ് ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി എന്ന് പറയുന്നത്. NTPC ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ മേഖലയിൽ 5 ഹൈഡ്രജൻ ബസ്സുകൾ ഓടിക്കാൻ പദ്ധതി ഇടുന്നുണ്ട്. കൂടാതെ ലേയിൽ ഒരു സോളാർ പ്ലാന്റ്, ഒരു ഗ്രീൻ ഹൈഡ്രജൻ ജനറേഷൻ യൂണിറ്റും സ്ഥാപിക്കും. ഇതോടെ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരമാകും ലേ. കണ്ടോ, ഇതാണ് ചോദ്യം. എന്താണ് നമ്മുടെ രാജ്യത്ത് ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ലേ ആണ് വരുന്നത്. ഓക്കെ, ലേ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം ഇപ്പൊ തന്നെ 1 hour ആയി. നമ്മളിപ്പോ 10 ക്വസ്റ്റ്യൻ നമ്മൾ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് എഴുതാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ഒരു നോട്ട്ബുക്കും പെന്നും എടുത്തിട്ട് ഇരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം സിലബസിനെ കുറിച്ച് നമ്മൾ ഒരുവിധം നമ്മൾ മനസ്സിലാക്കും അല്ലെ. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പഠിക്കാൻ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചോദിക്കുന്നതുകൊണ്ട് ചെയ്തതാണ് ഈ റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും ഇതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻ നമ്മൾ വേറൊരു ദിവസം നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ആവശ്യമുള്ളവർ മാക്സിമം ഷെയർ ചെയ്യുക, പഠിക്കുക. കണ്ടോ, ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ റിക്വസ്റ്റ് കാരണം തന്നെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോ ആവശ്യമുള്ളവർ പഠിക്കുക, അല്ലാത്തവര് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ അടുത്ത 10 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം കേട്ടോ. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ.